ഹലോ, ഇത് ലാസ്റ്റ് വീക്ക് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ പല കാരണങ്ങളുണ്ട് പല വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വീഡിയോ അപ്പം തന്നെ എടുത്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നവരെന്ന് പറയുന്നത് ഭയങ്കര അത്രയും ഡെഡിക്കേഷൻ ഉള്ളവരായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് ഇത് മാത്രമല്ല പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ചെയ്യാനുണ്ട്. ആ സമയത്ത് പോലും അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. എന്നിട്ടും അവർ അതിനും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ആ വീഡിയോ ഇടണമെങ്കിൽ ഭയങ്കര എഫേർട്ട് അതിലെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളവരാണ് രക്ഷപ്പെടുന്നത് ഈ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട്. പിന്നെ നമ്മൾ ഈ തുടക്കക്കാരായതുകൊണ്ട് എങ്ങനെ മടിച്ച് വരുന്നു എന്ന്. അപ്പോൾ എനിവേസ് നമ്മൾ പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ നമ്മളെ സ്വന്തം പാട്ടി എന്ന് വിളിക്കുന്നത് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ശ്വേതയാണ്. ആക്ച്വലി ശ്വേതയും ഞാനുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതൻ്റെ ഹസ്ബൻഡ് വൈശാഖും ഏട്ടനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള പരിചയം, പിന്നെ ഇവളുമായിട്ട് നല്ല ക്ലോസ് ആയി. അങ്ങനെ നമുക്കിവിടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, അതിൽ ശ്വേതയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പം ശ്വേതേൻ്റെ ബേബി ഷവറാണ്, അവർക്ക് 6 months ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു പെണ്ണിന് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു എന്ന്. അന്ന് എടുക്കണം എന്നൊക്കെ വെച്ച് പോയതാണ്, പക്ഷെ അവിടെ കളക്ഷൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഇവിടെ സിറ്റി സെൻറ്ററിൽ കുറേ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ വിശന്നു. അങ്ങനെ മെഗ്ഡി കയറിയിട്ട് കുറച്ച് ബർഗറും നഗറ്റ്സൊക്കെ കഴിച്ച് നമ്മളിത് വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പം ഇപ്പോൾ എനിക്കറിയില്ല മുന്നേ ഇതുണ്ടോയെന്ന്, ഈ നമ്മൾ കിഡ്സ് മീൽ പറയുന്ന സമയത്ത് ഒരു ടോയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ മെഗ്ഡിയിലെ വണ്ടറത്തിൻ്റെ ഐസ്ക്രീമും വാങ്ങി കഴിച്ചു. നമ്മളിത് വീട്ടിലേക്ക് പോവാണ്. ഈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഐസ്ക്രീം കഴിക്കാറേ ഇല്ല. കഴിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല, അല്ലാണ്ട് എങ്ങനെയെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണെന്നൊന്നും അറിയില്ല. പിറ്റേ ദിവസം തൊട്ട് നല്ല ചുമയും, പിന്നെ ഒരു ചെറിയ രീതിയിൽ പനി ഉണ്ടായിരുന്നു. ടെമ്പറേച്ചറൊക്കെ ഇപ്പോൾ പനി ഉണ്ടായിരുന്നു. പിന്നെ ഗുളിക കഴിച്ചപ്പോൾ അത് പോയി, വീണ്ടും വന്നു. ഗുളികേൻ്റെ ഒരു ഡോസ് കഴിയുമ്പോൾ വീണ്ടും വന്നു. അങ്ങനെ ഇപ്പോഴും എൻ്റെ തൊണ്ട ശരിയായിട്ടില്ല. അങ്ങനെ കിടപ്പിലായിപ്പോയി 2-3 ദിവസം. എനിവേസ് ഇതൊക്കെ ആയിരുന്നു ഒരു കുഞ്ഞു വിശേഷം.